ഓരോ കാലഘട്ടത്തിലും മനുഷ്യർക്ക് സമ്പാദന മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ സമ്പാദന മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭൗതികമായ അറിവ് എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊരിക്കലും നാം നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മുടെ മക്കളോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ, വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയ്യതൻ ളിആഫൻ ഖാഫു അലൈഹിം. നിങ്ങൾ മരണപ്പെട്ടു പോയാൽ എന്റെ മക്കളുടെ കാര്യം എന്താകുമെന്ന് സ്വന്തം മക്കളെ കുറിച്ച് ബേജാറാവുന്ന ആളുകൾ അനാഥകളുടെ കാര്യത്തിലും ബേജാറാവട്ടെ. ആ പറഞ്ഞതിൽ ഒരു തത്വമുണ്ട്. എന്താണത്? നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബേജാറിന്റെ വിഷയമാണ്. ഞാനില്ലാതായാലും എന്റെ മക്കൾ എങ്ങനെ ജീവിക്കും? അവർ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ഭൗതികമായും അവരുടെ സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, അധ്യാപകന്മാരുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, അമാനത്തുകൾ അതിന്റെ ആളുകൾക്ക് നിങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചു നൽകണം. നമുക്ക് നമ്മുടെ മക്കളോട് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഭൗതികമായ അവരുടെ കാര്യങ്ങൾ നന്നാക്കി കൊടുക്കുക. അതോടൊപ്പം റഹ്മാനായ റബ്ബിനെ കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ രണ്ട് നിലക്കുമുള്ള വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് നൽകിയാൽ ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് നമുക്കും ഖൈർ, അവർക്കും ഖൈർ, പരലോകത്തും അതേപോലെ ഇരു വിഭാഗത്തിനും ഖൈർ ഉണ്ടാകും.